ജയ ശ്രീ രാധേ രാധേ. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു പ്രീതിക്ക് വളരെ ഉത്തമമായിട്ടുള്ള ദിവസമാണ്. ഈ ദിവസം ചെയ്യുന്ന ഏതൊരു താന്ത്രികത്തിനും വളരെയധികം ഭാഗ്യങ്ങൾ നമുക്ക് കൊണ്ടു നൽകാൻ സാധിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത്തരത്തിലൊരു താന്ത്രികമാണ് പറഞ്ഞു തരുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് മഞ്ഞക്കടുകും മറ്റൊന്നൊരു പുതിയ ചിരാതുമാണ്. ഇത് ചെയ്യുമ്പോൾ എല്ലാ വ്യാഴാഴ്ചയാണ് നിങ്ങളിത് ചെയ്യേണ്ടുന്നത്. ചെയ്യുന്ന ദിവസങ്ങളിലെല്ലാം പുതിയ ചിരാതെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒരു താലത്തിൽ മഞ്ഞ കടുക് ഇടുക. ഈ കടുക് നിങ്ങൾക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. മഞ്ഞ കടുക് എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കുക. ഈ താലത്തിൽ എത്ര കടുക് കൊള്ളുവോ അത്രയും കടുക് ഈ താലത്തിലിട്ട് അലങ്കരിക്കുക. അതിനുശേഷം ചിരാതിൽ എള്ളെണ്ണ ഒഴിച്ച് തിരി മഞ്ഞളിൽ മുക്കിയിട്ടുള്ള തിരി തന്നെ എടുക്കണം. മഞ്ഞ കളറിലാവണം തിരിയിടാൻ വേണ്ടിയിട്ട്. ആ തിരിയിട്ട് നിങ്ങൾ ഇതിനെ വ്യാഴാഴ്ച ദിവസം ഗുരുഹോരയിലാണ് തെളിയിക്കേണ്ടത്. അതായത് വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെയാണ് ഗുരുഹോര സമയം. അപ്പോൾ ആ സമയത്ത് നിങ്ങളിത് തെളിയിക്കുന്നതാണ് വളരെ ഉത്തമം. നിങ്ങളും തെളിയിക്കുന്ന ആളും ധരിക്കുന്ന വസ്ത്രം മഞ്ഞയാണെങ്കിൽ വളരെ ഉത്തമമാണ്. അപ്പോൾ ഇങ്ങനെ മഹാവിഷ്ണു പ്രീതിക്കായി ഈ താന്ത്രികം നിങ്ങൾ നിരന്തരമായി കുറച്ച് വ്യാഴാഴ്ചകൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വരുന്നതാണ്. പല തടസ്സങ്ങളും നീങ്ങി സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. വ്യാഴം പിഴച്ചാൽ സർവ്വതും പിഴച്ചു എന്നാണ് പറയുക. എന്നാൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലോ മറ്റേതൊക്കെ ഗ്രഹങ്ങളെ ഏതൊക്കെ നീചസ്ഥാനത്താണെങ്കിലും ഈ വ്യാഴം നമ്മളെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാരുണ്യം എന്ന് പറയുന്നത്. ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാനെ ആരാധിക്കുകയും ആ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുവോ അവർക്കൊക്കെയും ഭഗവാന്റെ കൃപാകടാക്ഷം സദാ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും സൗഭാഗ്യം നേടിയെടുക്കാൻ ഈ ഒരു താന്ത്രികം ചെയ്തോളൂ. നിങ്ങൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.